12:30 പ്രാദേശിക വാർത്തകൾ നോക്കാം. 12:30 പ്രാദേശിക വാർത്തകൾ. നോ താങ്ക് യു. എന്താ പേടിയാണോ? നിങ്ങൾക്ക് പേടിയാണോ? പേടിയല്ല, നിങ്ങളൊന്നും വിശ്വാസമില്ല. 6:15 പ്രാദേശിക വാർത്തകൾ. വിശ്വാസമില്ലെങ്കിൽ കുടിക്കണ്ട. പിന്നെ ആരെ വിശ്വസിക്കണമെന്നാണ്? നിങ്ങളെയോ അതോ പുറത്തുള്ള പോലീസിനെയോ അതോ അതിലും മേലുള്ള ഭരണാധികാരികളെയോ? ഹലോ ഹലോ, അഡ്വക്കേറ്റ് മുരളി മേനോൻ. അതെ സാർ നമസ്കാരം, ഞങ്ങൾ അയ്യങ്കാളി പടയുടെ പ്രവർത്തകരാണ്. പറയൂ. പാലക്കാട് കളക്ടറെ ബന്ദിയാക്കിക്കൊണ്ട് ഞങ്ങളൊരു പ്രതിഷേധം നടത്തുകയാണ്. അറിഞ്ഞു വാർത്ത കണ്ട് ഞാനിവിടെ ഒരാളോട് അതിനെപ്പറ്റി പറയായിരുന്നു. സാർ, ഈ പ്രശ്ന പരിഹാരത്തിന് ഞങ്ങൾക്ക് വേണ്ടി സർക്കാരുമായി മധ്യസ്ഥത വഹിക്കാൻ താങ്കൾ വരുമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. നിങ്ങൾ എന്തുകൊണ്ട് എന്നെ വിളിച്ചു എന്ന് ഞാൻ ചോദിക്കില്ല. ഞാൻ ഇതിനോട് യോജിക്കുന്നില്ല എന്ന് മാത്രം പറയാം. നിങ്ങൾ ഇത് അക്രമത്തിന്റെ മാർഗമാണ്, വയലൻസ്. അനീതിക്കെതിരെ സംസാരിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് സാർ, അത് തിരുത്താനും. പക്ഷെ ഞാൻ ഇതിൽ എങ്ങനെ ഫിറ്റിംഗ് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല. തുറന്നു പറഞ്ഞാൽ പരിഭവമൊന്നുമില്ലല്ലോ. ഇല്ല. വൈദഭായ്, ഞാൻ ആരോടാ സംസാരിക്കുന്ന? അയ്യങ്കാളിപ്പട. ഞാൻ വീണ്ടും പറയുവാണ്, പ്ലീസ്, ദിസ് ഈസ് വെരി സഫോക്കേറ്റിംഗ്. ഈ കെട്ടഴിക്കൂ. നിങ്ങൾക്കറിയാമോ, 1979 UN ഡെക്ലറേഷൻ അനുസരിച്ച് ഒരു ബന്ദിക്കുണ്ട് ചില അവകാശങ്ങൾ. സാർ, അങ്ങനെയാണെങ്കിൽ അതിനു മുമ്പ് 1957 ഇന്ത്യ അടക്കമുള്ള എല്ലാ മെമ്പർ രാജ്യങ്ങളോടും ഐക്യരാഷ്ട്രസഭ ഒരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു. ആദിവാസികളെ സംരക്ഷിക്കാനും അവരുടെ ഭൂമി നഷ്ടപ്പെടാതിരിക്കാനും വേണ്ടി നിയമനിർമ്മാണം നടത്തണമെന്ന്. സാറിന് അറിയുമെന്നറിയത്തില്ല. ILO കൺവെൻഷൻ 107. 1975 കേരളത്തിൽ ഉണ്ടാക്കി, വെറുതെ പേരിന്. എന്നിട്ടത് ഭരണഘടനയുടെ 9ാം ഷെഡ്യൂൾ ഉൾപ്പെടുത്തി ആ നിയമം അട്ടിമറിക്കപ്പെടാതിരിക്കാൻ. അതാണ് മാറി മാറി ഭരിച്ച ഇടതു വലതു സർക്കാരുകൾ 21 കൊല്ലം വെള്ളം ചേർത്ത് ഇല്ലാതാക്കിയത്. ഇതുവരെ പല പദ്ധതികളിലായിട്ട് ആദിവാസികൾക്ക് വേണ്ടി അനുവദിച്ചു കൊടുത്തിട്ടുള്ള ഫണ്ടുണ്ട്. അത് ഓരോരുത്തർക്കായിട്ട് വീതം വെച്ച് കൊടുത്താൽ ഒരാദിവാസിക്ക് കിട്ടും 1 കോടി രൂപയിലധികം. ഇതൊക്കെ എവിടെ പോയി സാറേ? ഒരു നിയമം ഉണ്ടാക്കി മറ്റൊരു നിയമം അട്ടിമറിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. അപ്പോൾ എന്നെ ബന്ദിയാക്കിക്കൊണ്ട് ഇതെല്ലാം പരിഹരിക്കാമെന്നാണോ? ആദിവാസികളാണ് ഈ രാഷ്ട്രീയ സമൂഹത്തിലെ യഥാർത്ഥ ബന്ദികൾ. ഇവിടുത്തെ വനഭൂമി വീതിച്ചെടുത്തപ്പോൾ നിങ്ങൾ അഭയാർത്ഥികളാക്കിയ ഒരു ജനതയാണ് അവർ. പക്ഷേ ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ സുഹൃത്തെ? അതിനല്ലേ ഒരു വ്യവസ്ഥ. ഈ ജനാധിപത്യം വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ബാധകമാകുന്നുള്ളൂ എന്നതാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നം. സാർ, ഈ NSG കമാൻഡോസിനെ ആര് ഹെഡ് ചെയ്യും? IG ഫ്രാൻസിസ് ചാക്കോ. ഫ്രാൻസിസ്, ഹീസ് ഗുഡ്. സ്കോട്ട്ലാൻഡ് ട്രെയിനിങ് കഴിഞ്ഞതല്ലേ? ഹീസ് ഗുഡ്. CM പറഞ്ഞു. സർക്കാർ എന്ത് കളിയാണ് കളിക്കുന്നതെന്ന് പിടികിട്ടുന്നില്ല. കേന്ദ്രസേന ഇറങ്ങുന്ന കേട്ടത്. നോക്കാം. ഞാൻ പത്രത്തിലേക്കുള്ള പ്രസ്താവന എഴുതിയിട്ടുണ്ട്, വായിക്കാം. 21 വർഷങ്ങളുടെ നിയമത്തട്ടിപ്പിലൂടെ ആദിവാസികളെ, അതുവഴി കേരളത്തിലെ മുഴുവൻ മർദ്ദിതരെ വഞ്ചിച്ച സവർണ ദല്ലാൾ ഭരണകൂടത്തിന്റെ നെറികെട്ട ഇടതു വലത് നടത്തിപ്പുകാർക്കെതിരെയുള്ള താക്കീത്. പാലക്കാട് ജില്ലാ കളക്ടർ അജയ് ശ്രീപദ്രാംഗയെ 4 പേർ ചേർന്ന അക്രമി സംഘം ബന്ദിയാക്കി. ഇന്ന് രാവിലെ 10:45 അവർ സന്ദർശകരുടെ ഭാവേന അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് കടന്നു കയറിയത്. അവരുടെ കയ്യിൽ സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും ഉണ്ടെന്നാണ് പോലീസ് കരുതുന്നത്. കളക്ടറുടെ മുറി അകത്തുനിന്നും അടച്ചതിനു ശേഷം അദ്ദേഹത്തെ ബന്ധനസ്ഥനാക്കുകയായിരുന്നു എന്ന് അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് പത്മിനി രാമചന്ദ്രൻ അടക്കമുള്ള സന്നിഹിതരായിരുന്ന ഉദ്യോഗസ്ഥർ അറിയിച്ചു. സ്ഥലത്ത് SP സച്ചിൻ അഗർവാൾ അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ